ആദ്യം സ്കിപ്പ് ചെയ്യല്ലേ. ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്കറിയണം. ഇങ്ങനെ ചിലർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ നീക്കം ചെയ്താൽ നമുക്ക് നന്നായി ജീവിക്കാം. കണ്ടാലോ? ഇങ്ങോട്ട് വന്നേ സുലോചനെ. നീ അറിഞ്ഞ അപ്പുറത്താ സുമതിയുടെ മോളല്ലേ? അവൾക്കേ ഇതുവരെ കൊച്ചുങ്ങളൊന്നുമില്ല. പിന്നല്ലാതെ ഇതൊന്നും അല്ലെന്നേ. ഇത് ഫാഷനും പഠിതയും കാണിക്കുന്നതാണ്. പിന്നല്ലാതെ 5 വർഷത്തേക്ക് കൊച്ചുങ്ങളൊന്നും വേണ്ടെന്ന് അവക്കടെ തീരുമാനം. എന്ത് പറയാനാ എന്തോ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെയൊക്കെ ഫാഷനും പഠിതയും കണ്ടിട്ടില്ലേ? ഭർത്താവുമായിട്ട് അത്ര നല്ല പോക്കിലൊന്നും അല്ലെന്നാ കേട്ടെ. അവർക്ക് ഭയങ്കര ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പോഴും കാണുമായിരിക്കും, ആരറിഞ്ഞു അല്ലേ? നീ ഒന്ന് കേൾക്കണം. മോൻ്റെ ഇഷ്ടത്തിന് പോയി കല്യാണം കഴിപ്പിച്ചു കൊടുത്തതാ. അതിപ്പം വീട്ടിലുള്ള നമ്മക്ക് തലവേദന എന്ന് പറഞ്ഞാൽ മതിയല്ലേ. ഒന്നും പറയണ്ട. തുടക്കായ പോലും ഭർത്താവിൻ്റെ അടുത്തുനിന്ന് മാറി അങ്ങ് കിടക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. ഇങ്ങനെ ഉണ്ടാൾക്കാർ. ഇവിടെ കൊച്ചു പൊടി പിള്ളേര് വരെ ഉള്ളതാ. തുടക്കായപ്പോലും ഭർത്താവിൻ്റെ അടുത്തുനിന്ന് മാറിക്കിടക്കൂലെന്ന് വെച്ചാൽ പാവമല്ലേ. നമ്മുടെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ അടുക്കളയിൽ പായും വിരിച്ചല്ലെങ്കിൽ ചാക്കിൻ്റെ മേളിലെ കിടന്നുറങ്ങണേ. അതുപോലെ ഇപ്പോഴത്തെ പെൺപിള്ളേർ ആരെങ്കിലും കേൾക്കൂ? കേട്ടാ അവൾമാര് ഈ ലോകം തിരിച്ചു വെക്കൂലേ? എനിക്കൊന്നും കേൾക്കണ്ടേ. അതാ രാവിലെ എണീക്കുന്നത് 8 മണിക്ക്. ഞാൻ രാവിലെ എണീറ്റ് ആ പാത്രങ്ങൾ തേച്ച് കഴുകിയൊക്കെ കഴിയുമ്പോഴാവൾ എണീക്കുന്നത്. എനിക്ക് അവനിടയിലേ ഇനി എന്ത് ചെയ്യാന്? ഒന്നും പറയാൻ വയ്യ. മുട്ടിന് വേദന, നടുവേദന, പെടല് വേദന. ഇങ്ങനെ ആയ എന്തു ചെയ്യും? ഇത് സത്യമാണെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.